പ്രേക്ഷകർ അവരുടെ പ്രിയപ്പെട്ട താരപുത്രികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാല്യകാലം തൊട്ട് തന്നെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് നില ബേബി. ശരിക്കും പറഞ്ഞാൽ പേളി പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ നില ബേബിയെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പേളിയുടെ നിറവയറുമായി ഇരിക്കുമ്പോൾ തന്നെ അതൊരു പെൺകുട്ടിയാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്തു വന്നതിന് ശേഷം ഇത്രയും അധികം സുന്ദരികളായ രണ്ട് പെൺമക്കളെ ലഭിക്കുമെന്ന് ആരും കരുതിയിട്ടില്ലായിരുന്നു. ഇപ്പോഴിതാ നിലു ബേബിയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് പുറത്തു വരുന്നത്. വാലിട്ട് കണ്ണെഴുതി ഇപ്പോൾ ഒരു വലിയ ചേച്ചിയായി നിറ്റാര ബേബിയെ എടുത്തു നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിലാമോൾ ഓരോ ദിവസവും വളരുകയാണ്. നിലയെ ഇത്രയും ഭംഗിയായി നമ്മൾ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. വലിയ കുട്ടിയായതുപോലെ തന്നെയാണ് തോന്നുന്നതും പറയുന്നുണ്ട്. ഋതികയും ശ്രുതികയും വളരെയധികം അടുപ്പം നിലു ബേബിയുമായിട്ടാണ്. ശ്രീനിഷിൻ്റെ വീടുമായി വളരെയധികം അടുപ്പം നില ബേബിക്കാണ് എന്ന് തന്നെ പറയാം. നിതാര വളർന്നു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിലു ബേബിയുടെ ജനന സമയത്ത് ജനിച്ചു കഴിഞ്ഞ് കുറച്ച് നാളുകളായപ്പോഴേക്കും പേളി വലിയ തിരക്കുകളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ശ്രീനിഷിൻ്റെ വീടുകളിലും പാലക്കാടുമൊക്കെ ചെന്നൈയിലുമൊക്കെ പോകാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീനിഷിൻ്റെ സഹോദരിയുടെ മക്കളുമായും സഹോദരിയുമായും ഒക്കെ വളരെ അധികം അടുപ്പമാണ് നില ബേബിക്കുള്ളത്. ഋതികയും ശ്രുതികയും എന്ന് പറഞ്ഞാൽ നിലു ബേബിക്ക് മറ്റാരും വേണ്ട എന്ന് നിലു അവരുടെ കൂടെ വളരെയധികം സന്തോഷമായി ഇരുന്നോളുമെന്നും പേളി പറയാറുണ്ട്. അതുപോലെ ഋതികയും ശ്രുതികയും ഇപ്പോൾ വളർന്നു കഴിഞ്ഞു. അവരും അവരുടേതായ തിരക്കുള്ള ലോകത്താണ്. അവർക്കും അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്താൻ സാധിക്കാറില്ല. പക്ഷേ നിലു ബേബി ഇത്രയും അധികം സുന്ദരികളായി ഒരുക്കിയത് കൊണ്ട് തന്നെ അത് ഋതികയും ശ്രുതികയും ആയിരിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. വാലിട്ട് കണ്ണെഴുതിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ക നാട്ടിൻപുറത്തുകാരിയായിട്ടാണ് ഇപ്പോൾ നിലു ബേബിയെ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാം. ഇപ്പോൾ വളരെയധികം സംസാരിക്കുകയും പല ഷോകളിലുമൊക്കെ എത്തുകയും ചെയ്യുന്നുണ്ട് നിലു ബേബി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആരാധകർക്ക് വളരെയധികം സ്നേഹം പുലർത്തുന്ന ഒരു താരപുത്രിയായി മാറുന്നത് നിലു ബേബിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എല്ലാവരോടും വളരെയധികം സംസാരിക്കുകയും വളരെയധികം പ്രേക്ഷക പ്രീതിയോടെ തന്നെ മുന്നേറുന്ന താരപുത്രി എന്ന് തന്നെ നമുക്ക് നിലു ബേബിയെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് നോക്കിയാൽ നിലു ബേബിയോടുള്ള സ്നേഹം വളരെയധികം കൂടുതലാണ് പ്രേക്ഷകർക്ക്. എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ ഇത്തരത്തിൽ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ കാണുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ പ്രേക്ഷകരുടെ പ്രീതിയോടെ തന്നെ ഇത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത്. നിലു ബേബിയോടുള്ള ഇഷ്ടം പലരും പല രീതിയിലാണ് അഭിപ്രായമായി പറയുന്നത്. പലരും ഫാൻസ് പേജുകൾ തുടങ്ങും, പലരും കമൻറ്റ് ബോക്സുകൾ നിറയ്ക്കും, പലരും നിലു ബേബിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയും. എന്തു തന്നെ ആയാലും ക്യൂട്ട്നെസ് എന്നതിന് പര്യായമായി മാറിയിരിക്കുകയാണ് നിറ്റാരയും നിലുവും. അതെന്തൊക്കെ പറഞ്ഞാലും സത്യം തന്നെയാണ്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരപുത്രികളെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ എന്നാണ് നിറ്റാരെക്കുറിച്ചും നിലു ബേബിയെക്കുറിച്ചും പ്രേക്ഷകർ പറയുന്നത്. എപ്പോഴും സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ കൊണ്ട് പ്രേക്ഷകർ മൂടാറുണ്ട് നിറ്റാരെയും നിലുവിനെയും. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒന്നും നിലുവിനെ ഇത്രയധികം സൗന്ദര്യത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.